8ാം ദിനവും പശ്ചിമേഷ്യ ശാന്തം. ഏറ്റവും രൂക്ഷമായ ആക്രമണം ഇന്ന് ഇറാനിൽ ഉണ്ടാകുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. രാത്രി ഇറാനിലുണ്ടായ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രയേലിലും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ വലിയ കുറവുണ്ട്. ഇറാനുമായി സന്ധിയിൽ നിന്നും നിരുപാധികം കീഴടങ്ങണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ഇസ്രയേലിന് കൂടുതൽ യുദ്ധോപകരണങ്ങൾ കൈമാറാനും അമേരിക്ക തീരുമാനിച്ചു. യുദ്ധത്തിനിടെ ഇറാനിൽ വീണ്ടും ഭൂചലനം എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അതേസമയം GCC രാജ്യങ്ങളിൽ ദുബായിക്ക് നേരെ ആക്രമണം നടക്കുന്നുവെന്ന് മീഡിയ ഓഫീസ് സ്ഥിരീകരിക്കുമ്പോഴും വിമാനത്താവളത്തിന് നേരെ ആക്രമണം നടന്നിട്ടില്ല എന്നാണ് ദുബായ് മീഡിയ ഓഫീസ് പറയുന്നത്. നമുക്കൊപ്പം ഫൈസൽ ഹംസയുണ്ട്. ഒപ്പം രഞ്ജിത്തിനെ കൂടി UAE-യിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആദ്യം ഫൈസൽ ഹംസയിലേക്ക്. ഫൈസൽ, ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് അമേരിക്ക രണ്ടും കൽപ്പിച്ചാണ്. ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ കൊടുക്കുന്നു. ഒരു ഭരണമാറ്റം വരാതെ യുദ്ധം അവസാനിപ്പിക്കുന്ന മട്ടില്ല അമേരിക്ക. പക്ഷേ അത് അത്ര എളുപ്പമാണോ എന്നുള്ളതാണ് ചോദ്യം. തിരിച്ച് ഇറാനും തിരിച്ചടി നൽകുന്നുണ്ട്, ഇറാന് കഴിയുന്ന രീതിയിൽ തന്നെ. അതേസമയം ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ദുബായ് മീഡിയ ഹൗസ് അറിയിച്ചിരിക്കുന്നത് അവിടെ ചെറിയ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ്. പക്ഷെ അപ്പോഴും ജനവാസ മേഖലയിൽ ആക്രമണങ്ങളില്ല. അല്പം നേരിയ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം ഇറാനെ സംബന്ധിച്ച് കൂടുതൽ നിർണായകമാണോ ഫൈസൽ? ഡോക്ടർ അരുൺകുമാർ, അതുപോലെ തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രതികരണം വരുന്നത്. അമേരിക്ക ആക്രമണം തുടങ്ങിയ ശേഷം ഏറ്റവും ശക്തമായ ആക്രമണം ഇന്നുണ്ടാകുമെന്നാണ് അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി അല്പസമയം മുമ്പ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇതൊരു സമവായത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ലോകരാജ്യങ്ങളെ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റിനെ വിളിച്ചിരുന്നു ഒരു സമവായ സാധ്യതകൾ തേടിക്കൊണ്ട്. പക്ഷേ മറുവശത്ത് ട്രംപ് രൂക്ഷമായ പ്രതികരണങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നാണ് ട്രംപിൻ്റെ ആവശ്യം. മാത്രമല്ല, ട്രംപ് ഒരു പുതിയ പ്ലാനൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. കൂടുതൽ ശക്തവും സാമ്പത്തികമായി കരുത്തുറ്റതുമായ ഇറാൻ കെട്ടിപ്പടുക്കുമെന്നൊക്കെയാണ് ട്രംപിൻ്റെ അവകാശവാദം. എന്തായാലും ട്രംപ് അത്തരത്തിലുള്ള വാദങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ തന്നെ ഏറ്റവും പുതിയ ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇറാനിൽ ഒരു ഭൂചലനം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ബന്ദർ തുറമുഖത്തിന്, അതായത് തെക്കൻ ഇറാനിലെ ബന്ദർ തുറമുഖത്തിന് സമീപം ഭൗമാന്തര ഭാഗത്താണ് ഇത്തരത്തിലൊരു ഭൂചലനം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 4.1 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇത് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം 2ാം തവണയാണ് ഇറാനിൽ ഇത്തരത്തിലുള്ള ഭൂചലനം രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഒരു പക്ഷേ നേരത്തെയും ഇത്തരത്തിൽ ഭൂചലനങ്ങൾ സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മേഖലയാണെങ്കിൽ പോലും യുദ്ധസമയത്ത് ഇത്തരത്തിൽ ഇങ്ങനെ നിരന്തരമായ ഭൂചലനം രേഖപ്പെടുത്തുന്ന ചില സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഏതെങ്കിലും ഒരു അർത്ഥത്തിലുള്ള ആണവ പരീക്ഷണം ഇറാൻ നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചില ഭാഗങ്ങളിലെങ്കിലും ഉയരുന്ന സംശയം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണങ്ങളെല്ലാം വരേണ്ടിയിരിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായത് യുദ്ധം തുടങ്ങി 8 ദിവസത്തിനിടെ 2ാം തവണയും ഇറാനിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്.